വേദപ്രയാഗ് മീഡിയയിലേക്ക് സ്വാഗതം. ദക്ഷിണ ഭാരതത്തിൽ, പ്രത്യേകിച്ചും കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരള ഈ 4 സംസ്ഥാനങ്ങളിലും ഇവരുടെ സംസ്കാരവുമായി ഏറ്റവും അധികം ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. നമ്മുടെ കേരളീയ ജനതയുടെ സംസ്കാരവും അയ്യപ്പനും ശബരിമല ശ്രീ ധർമ്മശാസ്താവുമായി ഇണചേർന്ന് കിടക്കുന്ന ഒരു സംസ്കാരമാണ്. ഏതൊരു ആചാരത്തിലേക്കും, ഏതൊരു ആഘോഷത്തിലേക്കും, ഏതൊരു ചടങ്ങുകളിലേക്കും നോക്കുമ്പോഴും അതിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അയ്യപ്പനും ശാസ്താവിനും നമ്മൾ കാണിക്കയിടാറുണ്ട്. ഈ ദേവതകൾ സന്തോഷിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹവും ഒരുപാട് സന്തോഷവും തരുന്ന കാര്യമായിട്ടാണ് നമ്മൾ കരുതിപ്പോരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആചാരത്തിൽ വന്ന ആരാധനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ആ ഒരു പ്രൗഢിയിലേക്കും ഇത്രയധികം ജനങ്ങൾ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി, ആരാധനാ കേന്ദ്രമായി വികസിക്കുന്നതിനും കാരണമായത്. ഒരു മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതം, സ്പിരിച്വൽ ലൈഫ്, അതിൻ്റെ ആത്യന്തികമായി മാനസികമായി അവൻ കണ്ടെത്തുന്ന സായുജ്യം, അതിനെ പല പേരിട്ടൊക്കെ വിളിക്കാമെങ്കിലും അവിടെ ആ തിരുനട കയറി മുകളിലെത്തുമ്പോൾ നമ്മളെ കലികവരതനായ അയ്യപ്പൻ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, തത്വമസി. എല്ലാ ജനങ്ങൾക്കും ഈ അക്ഷരങ്ങളെ വളരെയേറെ പ്രിയവുമാണ്, വളരെയേറെ പരിചിതവുമാണ്. അതിൻ്റെ നാനാവിധമായ അർത്ഥതലങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഈ ആചാരത്തിൽ എന്നു മുതൽ അവിടെ ശാസ്താവിനെയും അയ്യപ്പനെയും ആരാധന വന്നു തുടങ്ങിയോ അന്നു മുതൽ അതിൻ്റെ നാശം കാണുന്നതിനായി ചില ക്ഷുദ്രശക്തികൾ അതിൻ്റെ പിന്നാലെ തന്നെയുണ്ട് എന്നുള്ളത് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ക്ഷേത്രം തീയിട്ടത് ഉൾപ്പെടെ പല പല കാര്യങ്ങളും നടന്നതും അതിൻ്റെ രേഖാമൂലമായ കാര്യങ്ങൾ നമ്മളുടെ കേരള നിയമസഭയിലെത്തി അതിന് ആ ഫയലുകൾ ഇപ്പോഴും പൂഴ്ത്തി വയ്ക്കപ്പെട്ടിരിക്കുന്നതുമായ പലവിധ കാര്യങ്ങളും ഇതൊന്നുമല്ല നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ ചർച്ചാ വിഷയം. അതെല്ലാം നിങ്ങൾക്ക് അറിവുള്ളതാണ്. പക്ഷേ നമ്മളതിൻ്റെ പിന്നാലെ ഇപ്പോൾ പോകുന്നില്ല. ഇങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിന് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനെ ദർശിക്കുവാനായിട്ട് മധുമതികളായിട്ടുള്ള സ്ത്രീകളെ വെച്ച് ഇത്ര വലിയ വിപ്ലവങ്ങളുണ്ടാക്കിയപ്പോഴും നമ്മൾ മാനസികമായിട്ടും കായികമായിട്ടും അതിനെ ആദർശപരമായിട്ടും താത്വികപരമായിട്ടും നമ്മളതിനെ എതിർത്ത് തോൽപ്പിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ഒരു വിഭാഗം മുന്നിട്ടിറങ്ങി അവരുടെ തീരുമാനപ്രകാരം ഇന്നവിടെ വരുന്ന ജനങ്ങൾ പോരാ, കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുറച്ചും കൂടി ആർഭാടം കൊണ്ടുവരാനും ഞങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള കടത്തിലേക്ക് കുറച്ചും കൂടി റീപേയ്മെൻറ്റ് ചെയ്യാനും അത് ഉപകരിക്കും. ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശബരിമലയെ എങ്ങനെ ഒരു കറവപ്പശുവാക്കി മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയുള്ള അഗാധമായ ചിന്തകൾ കൊണ്ടെത്തിച്ചത് ശബരിമലയെപ്പറ്റി പരസ്യം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്കിന് പകരമായിട്ട് മലയാളത്തിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടെടുത്ത് വന്നിട്ടുള്ള ചില പദങ്ങളാണ് സംഗമം നടത്തുക, ആഗോള അയ്യപ്പ സംഗമം നടത്തുക. ഈ സംഗമത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അയ്യപ്പൻ്റെ വിശേഷം ചോദിക്കാനോ, പൂങ്കാവനത്തിൻ്റെ പരിശുദ്ധി നോക്കാനോ, അവിടുത്തെ ഓക്സിജൻ്റെ അളവ് അളന്ന് തിട്ടപ്പെടുത്താനോ, പമ്പയിലെ ജലത്തിൻ്റെ അളവ് അംഗീകരിക്കാനോ, അതിൻ്റെ പുണ്യത പരിശോധിക്കാനോ? ഏത് അളവുകോലിലാണ് ഇവരുദ്ദേശിക്കുന്നത്? ഇനി അയ്യപ്പസ്വാമിക്ക് വേണ്ട വിശേഷങ്ങൾ ആധുനികവൽക്കരിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനാണോ? ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണോ?
ആ പരമാത്മാവിന് ഇതൊന്നും ആവശ്യമില്ലല്ലോ. ഇത്രയും നാളില്ലാത്ത ഈ കഴിഞ്ഞ ഇത്രയും അധികം നൂറ്റാണ്ടുകളായിട്ട് ആവശ്യമില്ലാത്ത ഒരാളും പബ്ലിസിറ്റി കൊടുത്തിട്ടോ ഒരു മീഡിയയിൽ പബ്ലിസിറ്റി വന്നിട്ടോ ബാനറുകളോ പോസ്റ്ററുകളോ ബോർഡുകളോ എഴുതി കെട്ടാതെയാണ് ശബരിമലയിലേക്ക് നമ്മളെപ്പോലെയുള്ള വിശ്വാസികൾ ഓരോ വർഷവും ക്രമാനുഗതമായി കൂടി എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ വന്നു തുടങ്ങിയത്. ശബരിമലയിലേക്ക് പുണ്യയാത്ര ചെയ്യുന്ന, തീർത്ഥാടനം ചെയ്യുന്ന ഓരോ അയ്യപ്പനും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് പറയാവുന്ന രീതിയിലുള്ള യാതൊരുവിധ അറ്റകുറ്റപ്പണികളോ യാതൊരുവിധ പുരോഗമന നടപടികളോ നടത്താതിരിക്കുന്ന സർക്കാരിൻ്റെ കുൽസിതമായ ഒരു നടപടിയാണ്, ഒരു കുബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. കാലം ഇത്രയുമായിട്ടും നമ്മൾ ഈ ഒരു ഡീപ്പ് സ്റ്റേറ്റിനെ എതിർക്കാതിരിക്കുന്നത് അവർക്ക് വളം വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എതിർക്കണം. നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതൊരു കുൽസിത ശക്തിയെയും എതിർത്ത് തോൽപ്പിക്കുവാനായിട്ടുള്ള രണവീര്യം ഹിന്ദു ജനങ്ങൾക്കുണ്ട്. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനുണ്ട്, ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനുണ്ട്. അതിലൊരാളായിട്ട് മാറിക്കഴിയുമ്പോൾ ആ ക്ഷാത്രവീര്യം ഓരോ വിശ്വാസികളും ഉണർത്തിക്കഴിയുമ്പോൾ, അവൻ്റെ വിശ്വാസത്തെ ആകാശം മുട്ട ഉയർത്തി കഴിയുമ്പോൾ അവന് സംഭവിക്കുന്ന, അവൻ്റെ ജീവിതത്തിന് സംഭവിക്കുന്ന, അവൻ്റെ തലമുറയ്ക്ക് സംഭവിക്കുന്ന, അവൻ്റെ സമൂഹത്തിന് സംഭവിക്കുന്ന ഔന്നത്യം എത്രയോ മുകളിലാണെന്ന് കാണാനിരിക്കുന്ന നാളുകളാണ് നമ്മളുടെ മുന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണ ഭാരതത്തിലെ ഓരോ വിശ്വാസിയും ഇതിനെതിരെ ശബ്ദമുയർത്തുകയും ഈ ഒരു കുൽസിത നടപടികൾക്കെതിരായി അവനവൻ്റെ രീതിക്കനുസരിച്ച് ഇതിന് എതിർത്ത് തോൽപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട്. ഓരോ ഹിന്ദുവും മനസ്സിലാക്കുക, ഹിന്ദുവിൻ്റെ ആദർശങ്ങൾ പറഞ്ഞാൽ, അനുഷ്ഠാനങ്ങൾ പറഞ്ഞാൽ, അവൻ്റെ ആരാധനാ രീതികൾ പറഞ്ഞാൽ ഇതെല്ലാം മഠേതരമായി, ഇതെല്ലാം മൗലികവാദമായി, മതവാദികളായി ഹിന്ദു. ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ ആചാരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതേതരത്വമായി. ബാക്കിയുള്ള മതത്തിനെ താഴ്ത്തിക്കെട്ടരുത്, അവനെ ഇകഴ്ത്തി സംസാരിക്കരുത്, അവൻ്റെ മൂല്യങ്ങളെ ഇകഴ്ത്തിക്കാട്ടരുത്, അവനെ അപമാനിക്കരുത് എന്ന് പറയുമ്പോൾ ഹിന്ദുവിനെ ഇതെല്ലാം ചെയ്യാം. കാരണം ഇവിടുത്തെ മതേതരത്വം കാത്തു സൂക്ഷിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? ഹിന്ദുവിൻ്റെ ബാധ്യത മാത്രമാണ്. നിങ്ങൾ ഓരോ വിശ്വാസിയും തിരിച്ചറിയുക. ശബരിമലയിൽ ദർശനത്തിനുള്ള പോകുന്ന ഓരോ അയ്യപ്പ സ്വാമിയും അവനിലുള്ള ആചാരത്തിൻ്റെ അനാചാരത്തിലേക്ക് അവനെ പിടിച്ച് നയിച്ച കടും കെട്ടുകളുണ്ട്. ഇതിനെ നമുക്ക് പൊളിച്ചെറിയണം. ഒരു മണ്ഡലമാസക്കാലം എടുക്കുന്ന വ്രതത്തിൻ്റെ ഭാഗമായി അവൻ അതിരാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി മുദ്രധാരണം നടത്തുന്നു. എന്താണ് മുദ്ര? അവിടെ നിന്നവൻ സസ്യാഹാരങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ലൗകികമായ എല്ലാ സുഖങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ബ്രഹ്മചര്യ വ്രതം എടുത്തുകൊണ്ട് ഈ എല്ലാ ജീവജാലങ്ങളോടും സമഭാവന കാണിച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരഭാവം കണ്ടുകൊണ്ട് അവനെടുക്കുന്ന 41 ദിവസത്തെ വ്രതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വ്രതാവസാനം എല്ലാ ഗുരുജനങ്ങളോടും മാതാപിതാക്കളെയും കാലുതൊട്ട് വന്നിച്ച് അവൻ യാത്രയാകുന്നു. അയ്യപ്പൻ്റെ ഇരുമുടിക്കെട്ടിലേക്ക് പിൻകെട്ടും മുൻകെട്ടുമെന്ന് രണ്ടായി വിഭജിച്ചുകൊണ്ട് കെട്ട് നിറയ്ക്കുമ്പോൾ നെയ്ത്തേങ്ങ നിറയ്ക്കുന്നു. നെയ്ത്തേങ്ങയുടെ അടിസ്ഥാനം എന്താണ്? മുൻകെട്ട് പിൻകെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
വേദപ്രയാഗ് മീഡിയ നിങ്ങളോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് ഓരോ കാരണമുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ, നിങ്ങളൊരു ഗ്രന്ഥം വായിക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ അത് എന്താണ് എന്ന് അർത്ഥം മനസ്സിലാക്കി മാത്രം പഠിക്കുക, അർത്ഥം മനസ്സിലാക്കി മാത്രം ജപിക്കുക, അർത്ഥം മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. മനസ്സറിഞ്ഞ് നിങ്ങൾ ചെയ്യണം. ഓരോ കാര്യത്തിനും അതിൻ്റെ പൂർണ്ണമായ ഫലം കിട്ടണമെങ്കിൽ, ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഫലം കിട്ടണമെങ്കിൽ അത് എന്താണെന്നും അതിൻ്റെ മൂല്യം എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവൃത്തി ചെയ്താൽ മാത്രമേ അതിന് പൂർണ്ണമായ ഫലപ്രാപ്തി ഏതൊരു കാര്യത്തിനായാലും കിട്ടും. ഒരയ്യപ്പനായി കെട്ടുനിറച്ച് അതിനുശേഷം താൻ പോകുന്ന വണ്ടി ആരതി ഒഴിഞ്ഞ് പൂജിച്ച് അതിലേക്ക് കയറിക്കഴിയുന്ന ഒരയ്യപ്പസ്വാമിയുടെ മനസ്സ് അത് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? യാത്രയിലെ ശരണം വിളികൾ എന്തിനെ പ്രദാനം ചെയ്യുന്നു? തത്വമസി എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? 18 പടികളും 18 മലകളും എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഇവയെല്ലാം വാവരസ്വാമി എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? വാവർ ആരായിരുന്നു? അതിൻ്റെ ചരിത്രം നമുക്കൊന്ന് പഠിക്കാം. അതേപോലെ മുന്നോട്ട് പോയാൽ വീണ്ടും പമ്പയും പമ്പയുടെ പുണ്യതയും അതിൻ്റെ നിർമ്മലതയും മനസ്സിലാക്കണം. ആ പുഴയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. അവിടെ നിന്നും പരിപാവനമായ പൂങ്കാവനത്തിലേക്ക് ഓരോരുത്തരും കാലെടുത്ത് വയ്ക്കുമ്പോൾ അവനിൽ സംഭവിക്കുന്ന നൈമിഷമായ ആനന്ദത്തെ തിരിച്ചറിയണം. ആ പരിപാവനമായ പൂങ്കാവനത്തെ അങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അയ്യപ്പ ദർശനത്തിൻ്റെ സായുജ്യം എന്താണ്? ആ വിഗ്രഹത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്നു തുടങ്ങി ശബരിമലയുടെ ചരിത്രം എന്താണെന്ന്, ഈ ചരിത്രത്തിൽ ഇന്നത്തോളം വന്നിട്ടുള്ള ഭാവാദി വ്യത്യാസങ്ങൾ എന്താണ് എന്ന് തുടങ്ങി ശബരിമലയെപ്പറ്റി നിങ്ങളുടേതായ എല്ലാവിധ സംശയങ്ങളും വേദപ്രയാഗ് മീഡിയയിലേക്ക് വിളിച്ച് സംശയ നിവാരണം നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നടത്താവുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചാനൽ ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറും അതിനുള്ള സേവനങ്ങൾ ലഭ്യമാണ്. ഇതുവരെ ഞങ്ങളെ വിളിച്ച് സംശയ നിവാരണം നടത്തിയ എല്ലാ മാന്യ വ്യക്തികൾക്കും, എല്ലാ വിശ്വാസികൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളോട് സഹകരിക്കുമെന്നും നിങ്ങളുടെ ഇതേ സംശയങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ജനങ്ങളിൽ പലർക്കും, കൂട്ടുകാരിൽ പലർക്കും ഇതേ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവർക്കും കൂടി ഇതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കണം. ഓരോ വീഡിയോയ്ക്കും നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഭയങ്കരമായ മൂല്യമുണ്ട്. ആ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് കമൻറ്റിലൂടെ നിങ്ങളുടെ ഓരോ സംശയങ്ങൾ, ഏത് തരത്തിലുള്ള സംശയമാണ്, ഏതൊരു വിഷയത്തെ പറ്റിയാണ് നിങ്ങളുടെ സംശയം എന്നുള്ളത് ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിലും, എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ പറഞ്ഞു തരുന്ന സംശയ നിവാരണത്തിൽ ഏത് ഗ്രന്ഥത്തെയാണ് നമ്മൾ അവലംബിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഗ്രന്ഥം എടുത്ത് നോക്കിയാലാണ് ഇത് കാണാവുന്നത്, എവിടെ നിന്നാണ് അതിന് പഠിക്കാനുള്ള സാഹചര്യം കിട്ടുന്നത്, നിങ്ങൾക്കത് എവിടെ ലഭ്യമാണ് എന്നുള്ള വിശദമായ വിവരങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. നന്ദി. സാധനമില്ലേ ഇത്? അത് 2 മുട്ട ഇറങ്ങി കൈ എവിടെ കൊണ്ട് നടുന്നു നോക്കാം. അതുണ്ടോ ഇതേക്ക് ഇറങ്ങാത്തോണ്ട് ഒരു കുഞ്ഞുണ്ടാകുന്നത്. ഇതുണ്ടോ? കുഞ്ഞായോ? ആ പിന്നെ കുഞ്ഞു